ഹലോ, എല്ലാവർക്കും ചാരു എസ് പിയിലേക്ക് സ്വാഗതം. ഇതൊരു 2016 സെലീരിയാണ്. ഈ ഒരു വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ് എന്തെന്നാൽ വെഹിക്കിൾ പുള്ളിങ് ലെസ്സും അതേപോലെ തന്നെ RPM വേരിയേഷൻ ആവുകയാണ്. വെഹിക്കിൾ ഓട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് കസ്റ്റമർ പറയുന്നത്. അപ്പോൾ മൈലേജും അതേപോലെ തന്നെ നല്ല ഷോർട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വാഹനം ഒന്ന് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കണ്ടു RPM വല്ലാത്ത കൂടി നിൽക്കുകയാണ്. ഒരു 1500 RPMലാണ് നിൽക്കുന്നത്. അത് ചില സമയങ്ങളിൽ 2000 RPM വരെ വരുമെന്നാണ് കസ്റ്റമർ പറയുന്നത്. ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി ഒന്ന് കാണാൻ ശ്രമിച്ചാൽ മാത്രമേ ഈ ഒരു കംപ്ലൈൻറ്റ് പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ. അതിന് തൊട്ട് മുന്നായി നിങ്ങളെൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ നമുക്ക് ഷെയറും കൂടി ഒന്ന് ചെയ്യുക. വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്തായാലും ഈ ഒരു വാഹനം ഏകദേശം ഓടിയിരിക്കുന്നത് 84,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ AC കൂടി ഒന്ന് ഇട്ട് നോക്കട്ടോ. അതിൻ്റെ RPM വേരിയേഷൻ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഒന്ന് AC ഒന്ന് ഓൺ ചെയ്യാം. AC ഓൺ ചെയ്തപ്പോൾ നമ്മൾ ക്ലസ്റ്റർ നോക്കുന്ന സമയത്ത് RPM ആ ഒരു രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ AC ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. അതുണ്ടോ, AC ഓഫ് ചെയ്യുമ്പോൾ RPM ഒന്നും കൂടി കൂടുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ഇനി നമ്മൾക്ക് ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. ആ സമയത്ത് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ, വേരിയേഷൻ ഉണ്ടോ എന്നുള്ളത് അറിയണ്ടേ. അപ്പോൾ ഏകദേശം നമ്മൾ ഫസ്റ്റ് ഗിയറിലിട്ട് നമ്മൾക്ക് RPM വല്ലാതെ കൂടുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഗിയറിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ വെഹിക്കിൾ ചാടിയിട്ടാണ് പോകുന്നത്. RPM വല്ലാണ്ട് വേരിയേഷൻ ആവുന്നുണ്ട്. നമ്മൾ ക്ലസ്റ്ററിൽ കാണുന്ന മാതിരി കണ്ടോ, വല്ലാത്ത വേരിയേഷൻ വരുന്നുണ്ട്. ഓട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ കസ്റ്റമർ പറഞ്ഞത് ശരിയാണ്. അതായത് ട്രാഫിക് സിഗ്നൽ അതേപോലെ കട്ട് റൂട്ടുകളിൽ കൂടെയൊക്കെ ഓടുന്ന സമയത്ത് വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതെന്നാണ് പറഞ്ഞത്. സംഭവം ശരിയാണ്. അപ്പോൾ കാര്യമായിട്ട് തന്നെ കംപ്ലൈൻറ്റ് ഈ ഒരു വാഹനത്തിനുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇതിൽ കോഡുകളൊന്നും ഇല്ല കേട്ടോ. സ്കാൻ ടൂളിലൊന്നും കിട്ടിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടത് എൻ്റെ എയർ ഫിൽറ്റർ, സ്പാർക്ക് പ്ലഗ്, എൻ്റെ ഇഗ്നേറ്റർ എല്ലാം ഒന്ന് വൃത്തിയായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒന്നും കംപ്ലൈൻ്റ് ഒന്നും കണ്ടില്ല കേട്ടോ. ഒക്കെ പുതിയതാണ് ഇതിൽ കിടക്കണത്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടത് നമ്മുടെ ഇതിൻ്റെ ഇലക്ട്രോണിക് ത്രോട്ടിൽ ബോഡിയാണ്. ആ ഒരു ത്രോട്ടിൽ ബോഡിയും കൂടി നമ്മൾ കഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് ഇടണം. ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു വർക്കാണ്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക് ത്രോട്ടിൽ ബോഡി എങ്ങനെ ക്ലീൻ ചെയ്യുന്നുള്ളത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ കാണുന്നതാണ് എൻ്റെ ഇലക്ട്രോണിക് ത്രോട്ടിൽ ബോഡി എന്ന് പറയുന്നത്. നമ്മളത് അഴിച്ച് വൃത്തിയായി ക്ലീൻ ചെയ്ത് ഇട്ട ശേഷവും അത് ക്ലിയർ ആയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പാർട്ടാണോ കംപ്ലൈൻ്റ് എന്ന് അറിയാനായിട്ട് നമ്മൾ വേറൊരു ഡെമോ വണ്ടിയുടെ ഈ ഒരു ത്രോട്ടിൽ ബോഡി മാറ്റി സെറ്റ് ചെയ്ത് ഓട്ടിച്ച് നോക്കി. അപ്പോൾ കംപ്ലൈൻറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ത്രോട്ടിൽ ബോഡിയാണ് കംപ്ലൈൻറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്കത് റീപ്ലേസ് ചെയ്യണം. ഈ ഒരു പാർട്സിന് വില വന്നിട്ട് 4,540 രൂപ വില വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ത്രോട്ടിൽ ബോഡി മാറ്റിയ ശേഷം ഈ ഒരു വാഹനത്തിന് നമുക്ക് കാലിബ്രേഷൻ ചെയ്യണം. ആ കാലിബ്രേഷൻ ചെയ്താൽ മാത്രമേ ഈ ഒരു കംപ്ലൈൻറ്റ് പൂർണ്ണമായിട്ട് മാറുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററി നെഗറ്റീവ് ഒന്ന് ഊരിയിടാം. ഊരിയിട്ട ശേഷം ഒരു 20 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഇതിൻ്റെ ആക്സിലേറ്റർ പെഡൽ പൊസിഷൻ സെൻസർ നമുക്ക് ആക്സിലേറ്ററിൽ തന്നെയാണ് വരുന്നത്. അതിൻ്റെ കപ്ലർ ഒന്ന് ഊരിയിടാം. ഊരിയിട്ട ശേഷം നമ്മളൊരു 20 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ബാറ്ററി നെഗറ്റീവ് കണക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഒരു വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നിർത്താം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം ബാക്കി എല്ലാ ലൈറ്റും ഓഫാവും. ആ ഇഞ്ചമാണ് ലൈറ്റ് കത്തിക്കൊണ്ട് കിടക്കും കേട്ടോ. അപ്പോൾ ആ സമയത്ത് RPM വല്ലാണ്ട് വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് 2000 RPM വരെ ഇതിൻ്റെ ഒരു RPM വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വാഹനം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമ്മുടെ ആക്സിലേറ്റർ പെഡൽ പൊസിഷൻ സെൻസർ നമുക്ക് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി നെഗറ്റീവ് നമുക്ക് കണക്ട് ചെയ്യാം. അത് നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾക്ക് വീണ്ടും ഇതിൻ്റെ സ്കാൻ ടൂൾ എടുത്തിട്ട് നമുക്കൊന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോഡ് വരും. ആക്സിലേറ്റർ പെഡൽ പൊസിഷൻ സെൻസറിൻ്റെ ഒരു കോഡ് വരും. അത് നമുക്ക് ക്ലിയർ ചെയ്ത് കളയാം. ക്ലിയർ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ഒരു വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്ത് നോക്കണ്ടോ, ആ ഒരു വേരിയേഷൻ
നിന്നു. ആ ഒരു കാലിബ്രേഷൻ ഓക്കെ ആയി. ഇനി നമുക്കൊന്ന് AC ഒന്ന് ഇട്ട് നോക്കാം. AC ഇടുന്ന സമയത്തും ഏകദേശം ഒരു 900 RPM ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് വരിക. ആ ഒരു RPM തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കംപ്ലൈൻറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കാലിബ്രേഷനാണ്. ആ ഒരു കാലിബ്രേഷൻ കറക്റ്റ് രീതിയിൽ നമുക്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു RPM വേരിയേഷൻ നിൽക്കുള്ളൂ. വീണ്ടും ആ ഒരു പഴയ കംപ്ലൈൻറ്റ് പോലെ തന്നെ നമുക്ക് വരുന്നതായിരിക്കും. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഓടിച്ച് നോക്കുമ്പോഴും കംപ്ലൈൻറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ സ്മൂത്ത് ആയിട്ടുണ്ട് ഈ ഒരു വാഹനം ഓടിക്കാനായിട്ട്. അപ്പോൾ മൈലേജ് ഷോട്ട്, ആ ഒരു മിസ്സിങ് RPM എല്ലാം പോയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും നമുക്ക് കാണാം. എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയറും കൂടി ഒന്ന് ചെയ്യുക.